പ്രിയങ്കരായിരുന്ന നമ്മുടെ സഹപ്രവർത്തക കാനത്തിൽ ജമീലയുടെ വിയോഗം എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തിയിട്ടുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. കുറ്റ്യാടിയിലെ ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ തച്ചങ്കണ്ടി ആലിയുടെ മകളായി ജനിച്ച് കാനത്തിൽ ജമീല, ഞാൻ കുറ്റ്യാടി ഗവൺമെൻറ് ഹൈസ്കൂളിൽ 10ാം ക്ലാസ്സിൽ ലീഡറായി പ്രവർത്തിക്കുന്ന കാലത്ത് അവിടെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു. അവിടെ സഹോദരൻ TK ജമാൽ എൻ്റെ അടുത്ത സുഹൃത്തും അഭ്യുദയകാംക്ഷിയുമാണ്. അകന്ന ബന്ധുക്കളെന്ന നിലക്ക് ഞങ്ങളുടെ കുടുംബങ്ങൾ തമ്മിൽ വളരെ അടുത്ത് പെരുമാറാറുണ്ടായിരുന്നു. പിൽക്കാലത്ത് ജമീല വിവാഹിതയായി എത്തിയത് തലക്കുളത്തൂരാണ്. അവിടെ ഒരു വീട്ടമ്മയായും അതോടൊപ്പം LIC ഏജൻ്റായും പ്രവർത്തിച്ച് വരുന്നതിനിടയിലാണ് പൊതുപ്രവർത്തന രംഗത്ത് സജീവമായി രംഗത്ത് വരുന്നത്. പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമത്തിൻ്റെ ഭാഗമായി 1995 ത്രിതല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ 33% വനിതാ സംവരണം വന്നതാണ് ജമീലയുടെ ജീവിതത്തിൽ ഏറെ വഴിത്തിരിവായത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. തലക്കുളത്തൂർ ഗ്രാമപഞ്ചായത്തിലെ 3ാം വാർഡിൽ മത്സരിക്കണമെന്ന CPM ലോക്കൽ കമ്മിറ്റിയുടെ നിർദ്ദേശം ഭർത്താവിൻ്റെ പിന്തുണയോടെ മത്സരരംഗത്തേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ടാക്കി. ആ വർഷം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റായി സജീവ രാഷ്ട്രീയ രംഗത്തേക്ക് കാലെടുത്ത് വെക്കുകയും ചെയ്തു. 1995 തലക്കുളത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, 2000 തലക്കുളത്തൂർ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ, 2005 ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, 2010 2020 കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ഗ്രാമം, ബ്ലോക്ക്, ജില്ലാ തലങ്ങളിൽ പ്രസിഡന്റ് സ്ഥാനം വഹിച്ച അപൂർവ വനിത എന്ന റെക്കോർഡോടെ കാനത്തിൽ 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൊയിലാണ്ടിയിൽ നിന്ന് മത്സരിച്ച് നിയമസഭയിലേക്ക് എത്തിയതോടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ തലക്കുളത്തൂർ പഞ്ചായത്തിലെ കണിയാങ്കുന്ന് ഉന്നതിയിൽ വെള്ളമെത്തിച്ചതിന് പിന്നിൽ കാനത്തിൽ ജമീലയുടെ നിശ്ചയദാർഢ്യത്തിൻ്റെ കഥകളുണ്ട്. കാനത്തിൽ ജമീല പ്രസിഡന്റായിരുന്ന കാലത്ത് കുടിവെള്ള പ്രശ്നം രൂക്ഷമായ പ്രദേശമായിരുന്നു. ഇവിടെ കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാൻ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ജലവകുപ്പിൽ നിന്ന് ഉദ്യോഗസ്ഥർ വരാൻ തയ്യാറാകാതിരുന്നപ്പോൾ ഓണത്തിന് 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ കാനത്തിൽ ജമീല ജലവകുപ്പ് ഓഫീസിൽ പോയി മണിക്കൂറുകളോളം കുത്തിയിരിപ്പ് സമരം നടത്തിയിരുന്നു. തിരിച്ചു പോവില്ലെന്ന് ഉറപ്പായതോടെ ഉദ്യോഗസ്ഥർ ഒപ്പം തന്നെ പോയി ഉന്നതിയിൽ വെള്ളമെത്തിക്കുന്ന സാഹചര്യമുണ്ടായി. പൊരുതു നേടിയതിൻ്റെ അഭിമാനം കാനത്തിൽ ജമീല പലപ്പോഴും പങ്കുവച്ചിട്ടുണ്ട്. അന്നുവരെ അപരിചിതമായ ഒട്ടേറെ സംവിധാനങ്ങൾ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തിയതിൻ്റെ അനുഭവവും അവർക്കുണ്ട്. തൻ്റെ വാർഡിൽ ആദ്യമായി ഗ്രാമസഭ നടക്കുന്ന വിവരം നാട്ടുകാരെ അറിയിച്ചത് ഗ്രാമവഴികളിലൂടെ ചെണ്ട കൊട്ടി പറഞ്ഞാണെന്നും 900ഓളം ആളുകൾ പങ്കെടുത്ത ഗ്രാമസഭയെ നിയന്ത്രിക്കാൻ തുടക്കക്കാരിയായ അവർ നന്നെ ബുദ്ധിമുട്ടിയിരുന്നതായും ഒരിക്കൽ ജമീല ഓർത്തെടുത്തിരുന്നു. കേന്ദ്രീകൃതമായ ഒരു ഭരണ സംവിധാനത്തിൽ നിന്ന് അന്നുവരെ ഉദ്യോഗസ്ഥ സംവിധാനങ്ങളും ഭരണസമിതിയും നിയന്ത്രിച്ചിരുന്ന വികസന കാഴ്ചപ്പാടിൽ നിന്ന് ഗ്രാമസഭകളുടെ ജനങ്ങൾ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന രീതി ആദ്യം പൊതുവെ കൗതുകമായിരുന്നു ജനങ്ങൾക്ക്. ജനകീയ ആസൂത്രണത്തിൻ്റെ പിറവി മുതൽ യൗവനം വരെ ഒന്നിച്ചു നടന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു കാനത്തിൽ ജമീല. ജനകീയാസൂത്രണത്തിൻ്റെ 25ാം വാർഷികത്തിൽ മുൻ മാതൃകകളില്ലാത്ത ഒരു വികസന യത്നത്തിൽ ഒപ്പം നടന്നതിൻ്റെ ഓർമ്മകൾ, പൂർത്തിയാക്കാൻ കഴിഞ്ഞ ജനകീയ പദ്ധതികൾ തുടങ്ങിയവ കൊയിലാണ്ടിയുടെ MLA ആയി നിയമസഭയിൽ എത്തിയപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്നതിന് വലിയ മുതൽക്കൂട്ടായി മാറിയിട്ടുണ്ട്. 2010 കാനത്തിൽ ജമീല ജില്ലാ പഞ്ചായത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് സ്നേഹസ്പർശം പദ്ധതിക്ക് തുടക്കമിട്ടത്. ഇന്നും അത് അവരുടെ പേരിൽ പരാമർശിക്കപ്പെടുന്നു എന്നിടത്ത് ദീർഘവീക്ഷണമുള്ള ഒരു നേതാവിനെ കാണാൻ കഴിയും. കേരള മാതൃകയായ സ്ത്രീ ശാക്തീകരണമാണ് 25 വർഷമായി തുടരുന്ന പൊതുപ്രവർത്തനത്തിൽ കരുത്തെന്ന് ജമീല പറഞ്ഞത് എനിക്ക് ഓർമ്മയിൽ വരികയാണ്. CPM-നും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും മാത്രമല്ല, വിശിഷ്യ സഹപ്രവർത്തകർക്കും നാട്ടുകാർക്കും നന്മ മാത്രം ആഗ്രഹിച്ചു അതിനുവേണ്ടി മാത്രം പ്രവർത്തിച്ച കാനത്തിൽ ജമീലയുടെ നിര്യാതനത്തിൽ എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും അനുശോചനം അറിയിക്കും.